ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ മുമ്പോട്ട് പോയി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ ലഭിക്കണം എന്നാണ് പ്രസിഡന്റ് സെലൻസ്കി പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാധ്യത നിരാകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചത്. ചിലപ്പോൾ ഉക്രൈൻ പ്രദേശങ്ങൾ റഷ്യയുടേതാകാം എന്നാണ് ഒരഭിമുഖത്തിൽ ട്രംപ് അഭിപ്രായപ്പെട്ടത്. നാറ്റോയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ റഷ്യ ചർച്ചകൾക്ക് തയ്യാറാവില്ല എന്നാണ് സെലൻസ്കിയുടെ വിലയിരുത്തൽ. വെടിനിർത്തൽ ചർച്ചകൾക്ക് ചൈനയെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ട്രംപ് നിർദ്ദേശിക്കുന്നത്. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകുമെങ്കിലും റഷ്യയുടെ താൽപ്പര്യങ്ങൾ ബലികഴിക്കാൻ ചൈന തയ്യാറാവില്ല എന്നാണ് ഉക്രൈൻ ഭയപ്പെടുന്നത്. ഉക്രൈനിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്പിനെ പിണക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ട്രംപ് ആലോചിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം കഴിയുന്നത്ര വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻ പ്രസിഡന്റ് ബൈഡൻ നൽകിയിരുന്നത് പോലെയുള്ള പിന്തുണ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് നൽകില്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വിലയിരുത്തൽ. അധികം താമസിയാതെ വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് റഷ്യയും ഉക്രൈനും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആക്രമണങ്ങൾ പൂർവാധികം ശക്തമാക്കാനാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത്. ഫ്രാൻസ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന മിറാഷ് വിമാനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഉക്രൈനിൽ എത്തിയത്. ബൈഡൻ നൽകിയ F-16 വിമാനങ്ങളും ഫ്രഞ്ച് വിമാനങ്ങളും ഉപയോഗിച്ച് വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഉക്രൈൻ നടത്തുന്നത്. ഇതിൽ നിന്നും ഒട്ടും ചെറുതല്ല റഷ്യയുടെ ആക്രമണങ്ങൾ. ഈ ആക്രമണങ്ങളിലൂടെ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ അടുത്തു വരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ വിലപേശലിനായി ഉപയോഗിക്കാം എന്നാണ് ഇരു കൂട്ടരും കണക്ക് കൂട്ടുന്നത്. ചൈനയുടെ മിനിസ്ട്രി ഓഫ് സിവിൽ അഫയേഴ്സ് കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട വിവരങ്ങൾ സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹങ്ങളുടെ എണ്ണം കുറയുന്നു, എന്നാൽ വിവാഹമോചനങ്ങളുടെ എണ്ണം തീരെ കുറയുന്നില്ല. ഇതിൻ്റെ ഫലമായി ജനസംഖ്യാ വർധനവിൻ്റെ നിരക്ക് കുറയുന്നു. രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങളുടെ എണ്ണത്തിൽ തലേ വർഷത്തെ എണ്ണത്തേക്കാൾ 20% കുറവുണ്ടായി. വിവാഹം നടത്താനും കുട്ടികളെ വളർത്താനും സാമ്പത്തിക സഹായം അടക്കം നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും വളരെ വൈകി വിവാഹിതരാകുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നു. കുട്ടികളെ വേണ്ട എന്നോ കുട്ടികൾ താമസിച്ചു മതി എന്നോ തീരുമാനിക്കുന്ന ദമ്പതികളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഇതുമൂലം ജനസംഖ്യയിൽ യുവാക്കളുടെ അനുപാതം കുറയുകയും പ്രായമായവരുടെ അനുപാതം കൂടുകയും ചെയ്യുന്നു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ മൂലമാണ് പലരും വിവാഹത്തോട് ഈ സമീപനം പുലർത്തുന്നത്. ഡോളറിനു പകരമായി ഒരു നാണയം രൂപീകരിക്കുന്നവരെ കൈകാര്യം ചെയ്യാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം. ഡോളറിനെ ഒഴിവാക്കുന്ന രാജ്യങ്ങൾ
അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി 100% വർദ്ധിപ്പിക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ബ്രിക്സ് എന്ന സംഘടനയിലെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഇന്ത്യ. ഡോളറിനു പകരം പുതിയ ഒരു അന്താരാഷ്ട്ര നാണയം രൂപപ്പെടുത്താനുള്ള ബ്രിക്സിൻ്റെ നീക്കങ്ങളെ ശക്തമായി ട്രംപ് എതിർത്തതിനെ തുടർന്ന് ഡോളറിനു വിരുദ്ധമായ ഒരു നീക്കവും നടത്തില്ല എന്ന് ഇന്ത്യ പരസ്യമായി പ്രഖ്യാപിച്ചു. ഡോളറിനു പകരം പുതിയ ഒരു നാണയത്തിന് രൂപം നൽകുമെന്ന് ഈ ആഴ്ചയിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ 3 രാജ്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. നൈജർ, മാലി, ബുർക്കീന ഫാസോ തുടങ്ങിയ 3 രാജ്യങ്ങളും ഫ്രഞ്ച് കോളനികളായിരുന്നു. ഈ അടുത്ത കാലത്താണ് 3 രാജ്യങ്ങളിലും സൈന്യം അധികാരം പിടിച്ചെടുത്തത്. സൈനിക മേധാവികളാണ് തങ്ങളുടെ ഇടപാടുകൾക്ക് ഡോളറിനു പകരം പൊതുവായ ഒരു നാണയം ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കു നൽകുന്ന എല്ലാ സഹായങ്ങളും മരവിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിറക്കി. ന്യൂനപക്ഷമായ വെള്ളക്കാരാണ് ഒരു കാലത്ത് ദക്ഷിണാഫ്രിക്ക ഭരിച്ചിരുന്നത്. എന്നാൽ 1994 മുതൽ കറുത്ത വർഗക്കാരാണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരികൾ. വർണ്ണവിവേചനം അവസാനിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. ഇപ്പോഴും വലിയ ഭൂവുടമകളിൽ ഭൂരിപക്ഷവും വെള്ളക്കാരാണ്. ഭൂരഹിതരിൽ ഭൂരിപക്ഷവും കറുത്ത വർഗക്കാരാണ്. ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള ഭൂമി നഷ്ടപരിഹാരം നൽകാതെ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ അധികാരം നൽകുന്ന നിയമം സിറിൽ രാമപോസയുടെ സർക്കാർ പാസാക്കിയത് ഈ അടുത്ത കാലത്താണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് ഈ ഭൂപരിഷ്കരണം എന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ വാദം. വംശീയ ന്യൂനപക്ഷമായ വെള്ളക്കാരൻ്റെ താൽപ്പര്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ലംഘിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭൂപരിഷ്കരണം പോലെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന് 6 ആഴ്ചകളുള്ള 3 ഘട്ടങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം അവസാനിക്കേണ്ടത് മാർച്ച് 1-നാണ്. ജയിലിൽ കഴിയുന്ന 2000 പാലസ്തീനികളെ ഇസ്രായേലും 33 ബന്ദികളെ ഹമാസും മോചിപ്പിക്കും എന്നാണ് ധാരണ. ഇതനുസരിച്ച് ഏകദേശം 700ഓളം പാലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരുന്നവരിൽ 12 പേർ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്കു മടങ്ങുന്ന പാലസ്തീനികളെ ഇസ്രായേൽ സൈനികർ ആക്രമിക്കുന്നു. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുൻ ധാരണ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കില്ല എന്നൊരു നിലപാട് ഹമാസ് പ്രഖ്യാപിച്ചു. എങ്കിലും മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഇടപെട്ടതിനെ തുടർന്ന് മുൻ നിശ്ചയപ്രകാരം ബന്ദികളെ മോചിപ്പിക്കാം എന്ന നിലപാടിലേക്ക് ഹമാസ് എത്തി. വെടിനിർത്തൽ കരാർ അനുസരിക്കുന്നില്ലെങ്കിൽ യുദ്ധം വീണ്ടും ആരംഭിക്കാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം തങ്ങൾക്ക് കൈമാറണമെന്ന് താലിബാൻ ഭരണകൂടം മോഡി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2021 ഭരണം താലിബാനെ ഏൽപ്പിച്ചതിനു ശേഷമാണ് അമേരിക്ക നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. അഫ്ഗാനിസ്ഥാനിലെ പുതിയ സർക്കാരിനെ അംഗീകരിക്കാൻ ബഹുഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും ഇപ്പോഴും തയ്യാറായിട്ടില്ല. തുടക്കത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിരുന്നത്. ചൈനയും ഇറാനും താലിബാനുമായുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സ്വാധീനം
അഫ്ഗാനിസ്ഥാനിൽ വർദ്ധിക്കുന്നതിനെ ഒരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. ഇറാനിലെ ചബ്ഹർ തുറമുഖം വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എംബസിയുടെ നിയന്ത്രണം ഇന്ത്യ താലിബാന് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സമ്മതിദായകരെ സ്വാധീനിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു. ഫ്രീ ബീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മൂലം പലർക്കും ജോലി ചെയ്യാൻ താൽപ്പര്യമില്ല. ഇത്തരക്കാർ പരാന്നഭോജികളായി മാറുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരി, വെള്ളം, വൈദ്യുതി, ബസ് യാത്ര, ലാപ്ടോപ്പ്, ഫർണിച്ചർ, TV തുടങ്ങിയവ സൗജന്യമായി നൽകും എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികകൾ. ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുമ്പ് എത്ര ഗുണഭോക്താക്കൾ ഉണ്ടാവും, അവർക്ക് ഇവ ആവശ്യമുണ്ടോ, ഇതുമൂലം പൊതുഖജനാവിൽ എന്തുമാത്രം സാമ്പത്തിക ബാധ്യത ഉണ്ടാകും, ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും തുടങ്ങി അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു പഠനവും മിക്ക രാഷ്ട്രീയ പാർട്ടികളും നടത്താറില്ല. ഗാസ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ അറബ് രാജ്യങ്ങൾ മുഴുവനും എതിർക്കുകയാണ്. എന്നാൽ ഈ എതിർപ്പ് ട്രംപിനോട് പ്രകടിപ്പിക്കാൻ അബ്ദുള്ള രാജാവിന് കഴിഞ്ഞില്ല. അബ്ദുള്ള രാജാവിനെ പോലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ട്രംപിനെ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ നാടുകടത്തിയ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഇത് അവഗണിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ ചുമത്തുന്ന നികുതിക്കനുസരിച്ചായിരിക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ നികുതി എന്നാണ് ട്രംപ് ഈ ആഴ്ചയിൽ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ പ്രസിദ്ധ മോട്ടോർ സൈക്കിളായ ഹാർലി ഡേവിഡ്സണ് ഇന്ത്യ ചുമത്തുന്ന ഭീമമായ നികുതി ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഈ ആശയം വിശദീകരിച്ചത്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തീരുമാനങ്ങളിലേക്ക് ട്രംപിനെ നയിക്കാൻ മോഡിക്ക് കഴിയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജോർദാൻ രാജാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യത്തെ അറബ് ഭരണാധികാരിയാണ് അബ്ദുള്ള രാജാവ്. ഗാസ ഏറ്റെടുത്ത് മനോഹരമായ ഒരു തുറമുഖ നഗരമായി മാറ്റും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തെ വലിയ ആകാംക്ഷയോടെയാണ് ലോകം കണ്ടിരുന്നത്. ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ പാലസ്തീൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ സ്ഥലം നൽകില്ല എന്ന് ജോർദാനും ഈജിപ്തും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് അബ്ദുള്ള രാജാവ് ട്രംപിനോട് ആവശ്യപ്പെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ജോർദാൻ രാജാവിനെ ഒപ്പം നിർത്തി നടത്തിയ പത്രസമ്മേളനത്തിൽ ഗാസ ഏറ്റെടുക്കലുമായി മുമ്പോട്ട് പോകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ജോർദാൻ രാജാവിന് കഴിഞ്ഞില്ല. തന്മൂലം ഈ സന്ദർശനത്തെ ഒരു പരാജയമായിട്ടാണ് അറബ് ലോകം കാണുന്നത്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.